ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ 8:48 ഇറങ്ങുന്നത്. ഞാനിപ്പോൾ പാർക്കിങ് മാറ്റിയിട്ടാ. ഇപ്പോൾ ഇവിടെ ഉണ്ടാ പാർക്ക് ചെയ്തേക്കണ വണ്ടി വേണ്ടാ. ഇവിടെ 10 വണ്ടി ഉണ്ട്, അതിൽ ഒരു വണ്ടി നമ്മുടെ ഉണ്ടാ. ഗായ്സ് അങ്ങനെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടല്ല, വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ള്. അടിപൊളി ഗായ്സ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ സമയം 8:59 വണ്ടി ക്ലീൻ ആക്കി വന്നപ്പോൾ നമുക്കിനി നേരെ മട്ടാഞ്ചേരിയിലേക്ക് പോകട്ടോ. മട്ടാഞ്ചേരിയിൽ നമുക്ക് ഓട്ടം പിടിക്കുന്നു. ഗൈസ്, അമ്മേനെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് അടിച്ചിട്ടാ. അമ്മേനെ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞേ, അമ്മ ഇനി പേടിക്കണ്ട, കൊച്ചി റൈഡറിന്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അമ്മ വായും വിളിച്ചിരിക്കണേ. അമ്മ വിചാരിച്ചിട്ടാണ് ഇവന് പ്രാന്തായല്ല ദൈവമേ. അതായത് നമുക്ക് മട്ടാഞ്ചേരിയിലേക്ക് പോകട്ടാ. മട്ടാഞ്ചേരിയിൽ നമുക്ക് ഇന്ന് ഓട്ടം കിട്ടുമെന്ന് നോക്കാം. ഈ സമയത്ത് എല്ലാം വരണോടത്ത് വെച്ചാണ്ട ഗൈസ്. ഓട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ എന്നൊന്നും പറയാൻ നിൽക്കരുത്. നമുക്ക് കണ്ടന്റിന് ക്ഷാമമൊന്നുമില്ല. എന്തൊക്കെ വന്നാലും നമ്മ ഒരു അടിപൊളി വീഡിയോ ആയിട്ടായിരിക്കും വന്നേക്കണത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വെരി സ്കൂൾ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്ട്. ഇപ്പൊ സബ് ജയിലിന്റെ ഫ്രണ്ടിലാണ് നടക്കണത്. നമുക്ക് എന്തായാലും എല്ലാം ഓണാക്കിയിട്ടേക്കാം. ഈ ഏരിയയിൽ സാധാരണ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ബസ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ഒരിക്കലും ഊബർ വിളിച്ച് പോകാൻ ചാൻസ് കുറവാണ്. ഇനി ഇൻ കേസ് ഓഫ് എമർജൻസി അവർ ചിലപ്പോൾ ഊബറൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും തോപ്പുംപടിയുടെയും മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും നടുക്കൊരു സ്പോട്ടിൽ പോയി കിടക്കാം. അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇപ്പോൾ 9:30 മണിയായി. സബ് ജയിലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നേരെ പോയി വിളിക്കണ്ട. നമുക്ക് നോക്കാം ഇന്ന് എത്രത്തോളം പോസ്റ്റ് അടിക്കുമെന്ന് അറിയില്ല. എനിവേ, നമുക്ക് പോസ്റ്റ് അടിച്ചാലും ഇപ്പം നിങ്ങളുടെ കമൻസൊക്കെ ഉണ്ട് എനിക്ക് വായിക്കാനും റിപ്ലൈ കൊടുക്കാനൊക്കെ. അങ്ങനെ എൻ്റെ സമയം കുറേ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ അയക്കാൻ പറ്റണുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി ചേട്ടൻ വന്ന് കാറി കയറിയിട്ട് അയ്യോ തുമ്മി എന്നെ അവശനാക്കി. ഞാൻ ശരിക്കും അവശനായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നാണ് ഇറങ്ങണേട്ടാ. അപ്പം മാക്സിമം പവർ കയറ്റി സംസാരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. 9:47 ആയപ്പോൾ നമുക്കൊരു അടി വന്നിട്ട് 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒന്ന് ലക്കി ഡേ ആണെന്നാ തോന്നണം കേട്ടോ. നമുക്ക് നോക്കാം. പൂണേക്കരയിലേക്കാണ് കാണിച്ചേക്കണത്. 474 രൂപ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഗൈസ് ഞാൻ പോയി പിക്ക് ചെയ്യട്ടേട്ടാ. തൊട്ടപ്പുറത്തെ റോഡാണ് ഗൈസ്. അങ്ങോട്ട് കാറ് കയറാത്ത ഒരു ചെറിയ വഴിയായിരുന്നു. അവിടെ നിറച്ച് വണ്ടികളൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ വിളിക്കില്ല നോക്കാം. ഐ ആം ലുക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. നമുക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാടാ. ജസ്റ്റ് വെയിറ്റ്. ഹലോ, മാഡം എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ സെന്റ് ജേക്കബ് ചാപ്പലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ മേഡം, ശരി. ഗൈസ്, അപ്പോൾ ചെറിയ വഴിയാണ്, നമുക്ക് വളക്കാൻ പറ്റില്ല എന്നൊക്കെ നോക്കാട്ടോ. വഴി കൂടി കയറാനാണ് പറഞ്ഞത് മട്ടാഞ്ചേരിയിൽ. അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയ റോഡായിരുന്നു ഗൈസ്. ഞാൻ കുത്തി കയറ്റിയതിന് ഇടയിൽ കൂടി. ഗൈസ്, അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഓട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അമൃത ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിൽക്കണേണ്. ഒരു നല്ല കസ്റ്റമർ ആയിരുന്നു. ഒരു ഭാര്യയും ഭർത്താവായിരുന്നു കേട്ടോ. അധികം സംസാരിച്ചില്ല. അവർ ഡെയിലി അമൃത ഹോസ്പിറ്റലിലേക്ക് ഉണ്ട്. പക്ഷേ ഇന്ന ടൈമിലൊക്കെയാണ് ഇറങ്ങുന്നത്. അത് കൺഫേം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഓട്ടം എനിക്ക് ഡെയിലി ഓട്ടമായി. അപ്പോൾ നമ്പർ ചോദിച്ചതിൻ്റെ അടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അമൃത ഹോസ്പിറ്റലിലേക്ക് ഡെയിലി എനിക്ക് ഓട്ടം കിട്ടി. ആഹാ, സബാഷ്. ഇപ്പം ഡെയിലി ഓട്ടം കുറേ ആയിട്ടാ. നമുക്ക് കൊച്ചിൻ പോർട്ടിൽ നിന്നുള്ള ഡെയിലി ഓട്ടം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓട്ടം ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും നമുക്ക്. അപ്പം ഡെയിലി പേഴ്സണൽ ഓട്ടം കിട്ടണത് എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ ചോദിച്ചില്ലേ. അപ്പം ഇതേപോലെയാണ്. നമ്മൾ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഓട്ടങ്ങൾ വരാൻ തുടങ്ങും. ഒരു മാസം കൊണ്ട് എനിക്കിപ്പോൾ കുറേ പേഴ്സണൽ ഓട്ടങ്ങളായിട്ടാണ്. അപ്പം ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ട് രക്ഷപ്പെട്ട് വരുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എത്രത്തോളം വളർച്ച ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് വരും വീഡിയോസിൽ അതെല്ലാം കണ്ട് ഇങ്ങനെ പോവാട്ടോ. എന്തായാലും ഊബർ എനിക്ക് 451 രൂപ തന്നു. അധികം പോസ്റ്റ് ഇല്ലാതെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് വന്ന്. ഇപ്പോൾ സമയം 11:02 ആയിട്ടുള്ളൂ. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് അങ്ങനെ ഊബർ സെറ്റാക്കി തന്നിട്ടുണ്ട്.
ഊബറിന് സ്നേഹമൊന്നും ഇല്ലാന്ന് ഞാൻ പറയൂല കേട്ടോ. സ്നേഹക്കുറവിൻ്റെ ഇത്തിരിയൊക്കെ ഉണ്ട്. 272 രൂപ കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അടുത്തൊരു ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ ചെറിയൊരു വള്ളി കിട്ടിയേക്കണത് നമ്മുടെ CNG തീർന്നു പോയി. ഇന്നലെ ഞാൻ ഓടിയില്ലായിരുന്നു ഗൈസ്. ഇന്നലെ ചുമ്മാ ഒന്ന് കറങ്ങി കിടക്കണമായിരുന്നു. അത് വ്ളോഗാക്കിയില്ല. അപ്പോൾ CNG തീർന്നു. ഇപ്പോൾ അതേ പെട്രോളിലേക്ക് മാറി. പിന്നെ അടുത്ത് എവിടെ CNG എന്ന ആപ്പിൽ കയറി നോക്കട്ടെ. ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങളാ. ഇത് വേണ്ട, നാവ്ഗേറ്റി എന്ന് പറഞ്ഞിട്ട് NAWGATI, അങ്ങനെ ഒരു ആപ്പാണ്. ഈ ആപ്പ് നമ്മൾ അടുത്ത് എവിടെ ഗ്യാസ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന്, CNG എവിടെയൊക്കെ ഉണ്ടെന്ന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കും. ഇപ്പം ഇതിൻ്റെ അടുത്ത് കിടക്കണത് നമ്മുടെ എടപ്പള്ളിയിലുണ്ട്, മന്നുമ്മൽ ആ സൈഡുണ്ട് ഒരു CNG പമ്പ്. ഈ 2 പമ്പാണ് തൊട്ടടുത്തുള്ളത്. ഇങ്ങോട്ടേക്ക് 2 കിലോമീറ്റർ ദൂരമുള്ളൂ ആ പമ്പിൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയി CNG നിറച്ചിട്ട് പോരാട്ടാ. എന്തായാലും നിങ്ങൾക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാട്ടാ. CNG പമ്പൊക്കെ തൊട്ടടുത്തുണ്ടാന്ന് അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും CNG അടിക്കാൻ പോയിട്ട്. ഗൈസ് കണ്ട ആ ഒരു ആപ്പുള്ളതിൻ്റെ ഗുണം കണ്ട, ഇവിടെ CNG ഉണ്ട് കേട്ടാ. നമുക്ക് CNG അടിച്ചിട്ട് ബാക്കി കാണാം. ഗൈസ് ഈ ചേട്ടൻ്റെ അതിൽ ഒരു ലോട്ടറിയും കൂടി എടുത്തിട്ടുണ്ടാ. അടിക്കുമെന്ന് നോക്കാം. എന്തായാലും ഭാഗ്യം തെളിഞ്ഞിരിക്കണേന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേര്. അടിക്കുമെന്ന് നോക്കാം. ഒരു ലോട്ടറിയും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 639.48 രൂപ ഞാൻ ഗ്യാസ് അടിച്ച് ഫുള്ളാക്കിയിട്ടാ. അതെന്താണെന്നറിയില്ല, ഇവിടെ അടിച്ചപ്പോൾ 638 രൂപയുള്ളൂ. ഇവിടെ റേറ്റ് കുറവാണ്. മറ്റു സ്ഥലത്തൊക്കെ അടിക്കുമ്പോൾ 750 രൂപ. പക്ഷെ ഇത് ഫുള്ളായി. അതെന്താ സംഭവം? ഐ ഡോണ്ട് നോ. എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ CNG പിടിച്ച് നോക്കി കഴിഞ്ഞാലാണ് അത് മാറണത്. ഇവിടെ ഒരു CNGയുടെ സ്വിച്ച് ഉണ്ട് കണ്ട. അത് നോക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മാറും. ഇപ്പം മാറി, പെട്രോളിൽ നിന്ന് മാറി. പെട്രോള് അടിച്ചിട്ടേക്കണോട്ടെ എപ്പോഴും. കാരണം ഇത് ഓണാണത് പെട്രോളിലാണല്ലോ. ഇടയ്ക്ക് പെട്രോളിൽ ഓടിക്കണമെന്നാണ് പറയണത്. എന്നാലേ അതൊന്ന് വർക്കാവുള്ളൂ എല്ലാം. ഇവിടെ ഒരു വണ്ടി കിടക്കണ്ട കേട്ടോ ഗൈസ്. അതുൽ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓട്ടോ ഉണ്ടാ? ഇന്ന് ഞാൻ ഓണാക്കിയപ്പോ തന്നെ എനിക്കൊരു അമൃതയിലേക്ക് വന്ന്. ഞാൻ ഇപ്പൊ അമൃതയില് മറ്റേ CNG പമ്പ് ഉണ്ടല്ലോ, CNG പമ്പിന്റെ അവിടെ കിടക്കണേ. ഇപ്പൊ അവിടെ നിന്ന് എടപ്പള്ളിയിലോട്ട് പോവാന്ന് വിചാരിച്ചു. എത്ര മണിക്ക് ഇറങ്ങി? 7 മണിക്ക് ഇറങ്ങിയാ? എത്ര ഒപ്പിച്ച്? അമ്പോ ഇന്ന് പോളാള, ഇന്ന് പൊളിച്ചിട്ടുണ്ടല്ലോ. ചറപറോട്ടം ആണാ? ചറപറോട്ടം അല്ലേ? ഏതാണ് ഊബറിലാണ് അടിക്കണത്? ഏതിനാ അടിച്ചത്? ആ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ? ആ നല്ല കാര്യം. കിട്ടണമെന്ന് കളയണ്ട. നടക്കട്ടെ. എന്നിട്ട് ഇപ്പൊ എവിടെ ഉണ്ടോ? ഇപ്പൊ എവിടെ ഉണ്ട്? കരിമുകൾ. അത് എവിടെയാണ്? ആ റൂട്ടാണല്ലേ? ഓക്കെ. ഞാൻ കറങ്ങി തിരിഞ്ഞ് വരാം. ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടില്ലേ? ആ അപ്പൊ ഞാൻ നോക്കിക്കോളാം. ഓക്കേടാ. ഓക്കെ എന്നാ. ഗൈസ് ഇന്ന് അവന് നല്ല ദിവസം ഉണ്ടാ. അവന് പേഴ്സണൽ ഓട്ടങ്ങൾ കുറെ കയറി. കുറെ പേര് പേഴ്സണൽ ഓട്ടങ്ങൾ കൊണ്ട് ജീവിക്കുന്നുണ്ട്. അല്ലാണ്ട് രക്ഷയില്ല ഗൈസ്. ഇപ്പൊ നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇതേപോലത്തെ കസ്റ്റമറൊക്കെ കയറണത്. വണ്ടിയിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടാണ് ശരിക്കും ക്യാൻവാസ് ചെയ്യണത്. ഇപ്പൊ ചിലവര് കമന്റ് അടിക്കുന്നുണ്ട്, യൂബർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറയും ഊബറിനോട് പറ എന്നെ ക്യാൻവാസ് ചെയ്തിരിക്കാൻ. എന്നെ ക്യാൻവാസ് ചെയ്തിട്ടല്ലേ അവര് എൻ്റെ അടുത്ത് നമ്പർ തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നമ്പർ കൊടുക്കാതിരിക്കുക. എനിക്ക് തരാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇത് എൻ്റെ ഫീൽഡ്, എൻ്റെ കാറ്, ഞാനപ്പോ നമ്പർ കൊടുക്കണത്. അതാണ് സംഭവിക്കണത്. ഇപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ യൂബർ എന്നെ ബ്ലോക്ക് ആക്കിയേക്കും. എന്നാലും എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. യൂബർ ഇപ്പോഴും ബ്ലോക്ക് ആക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലട്ടാ. ഇതിപ്പോ നമ്മ ഒന്നിലും ആശ്രയിച്ച് നിൽക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊബറിന്റെ അവസ്ഥ നമുക്ക് എല്ലാ ദിവസവും ഓട്ടം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പേഴ്സണൽ ഓട്ടം വേണം. എന്നെങ്കിലും ഊബർ എന്നെ അടിച്ചു പുറത്താക്കട്ടെ. പുറത്താക്കും. അതൊക്കെ നല്ല കാര്യം. അതുപോലെ ഓല പുറത്താക്കും. ഒന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ എവിടെ വെച്ച് പുറത്താക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. നാളത്തെ എന്താണെന്ന് പോലെ അറിയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ എപ്പോഴൊക്കെ ഓട്ടം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മുടെ നമ്പർ ചോദിക്കുമ്പോൾ നമ്മ നമ്പർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിൽ നമ്മൾ തന്നെ മാറ്റിയിടണതിന് പോലെ ആവും.
മനസ്സിലായോ? ബുദ്ധിയുള്ളവരെ നമ്പർ കൊടുക്കും, പറയും, വിളിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് ഊബർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് നമ്മൾ പറയണം. കാരണം അത് നമ്മുടെ ചോറാണ് ശരിക്കും ഊബർ ഇപ്പം തന്നുകൊണ്ടിരിക്കണത്. ഊബറായിട്ട് കിട്ടരുത്. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ പറയും ഊബർ വിളിച്ചാൽ കിട്ടാറില്ല മോനെ, അതുകൊണ്ടാണ് നമ്പർ ചോദിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ കൊടുക്കണം, സ്നേഹം കൊണ്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അരി മേടിക്കണ്ടേ അല്ലാതെ എന്താ പറയാ, അത്ര വലിയ നല്ലവനായ പുണ്യാളന്മാരൊന്നും ഈ കൊച്ചിയിലുണ്ട്. ഊബർ വഴി വിളിച്ചാൽ മതി എന്നൊക്കെ പറയണ ആൾക്കാരൊക്കെ ഉണ്ടാവോ? എനിക്ക് തോന്നലടാ. നിങ്ങൾ ആദ്യം ഊബർ വിളിക്ക്, അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയണ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവോ? അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ. അത്രയും നല്ലവനായ ഉണ്ണിയാളന്മാരൊക്കെ ഉണ്ടാവും. മറ്റേ അമർ അക്ബർ അന്തോണിയിൽ പിഷാരടി വന്ന പോലെ ഇരിക്കും. മറ്റേ ഹോസ്പിറ്റലിൽ വരൂലേ, എന്നിട്ട് ലാസ്റ്റ് പൊക്കിക്കൊണ്ടുപോകും കഞ്ചാവേസില്. അതേപോലത്തെ ടീമൊക്കെ അല്ലേ എൻ്റെ അമ്മോ, അതേപോലത്തെ ടീമൊക്കെ ആയിരിക്കും കമന്റ് അടിക്കണേടാ. ഇങ്ങനെ ഏതാണ് ഊബർ അറിഞ്ഞാൽ എന്ത് ചെയ്യും ചിരിച്ചുണ്ടൊക്കെയാണ് പറയണം. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് അങ്ങനത്തെ കമന്റൊക്കെ. കുരുപൊട്ടറുണ്ടായിരിക്കും ചിലപ്പോ, എന്താണ് ദൈവത്തിനറിയാം. എന്തായാലും എല്ലാം നല്ലതിന് വരട്ടെ ഗൈസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ കടപ്പെടുക. ഞാൻ എന്നെ ഓപ്പൺ ആയിട്ട് പറയണം. നമ്മളിപ്പോ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെ ഓപ്പൺ ആവും അതേപോലെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളാണ് പറയണത്. അപ്പൊ നമുക്ക് ഭാഗ്യം ഒരു തവണ നമ്മുടെ കഥവ് വന്ന് മുട്ടോളൂ. അത് നിങ്ങൾക്ക് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വന്ന് മുട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. സോ ഒരു ദിവസം വന്ന് മുട്ടും. ആ മുട്ടണ സമയത്ത് കഥവ് തുറന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മച്ചാനെ ലൈഫ് ഈസ് പണിപ്പാളൽ. അപ്പൊ ലൈഫ് പണി പാളാതെ നോക്കാം. എല്ലാരോടും അതേ കൊച്ചി റൈഡറിന് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കിടന്ന് കഥ പറഞ്ഞ് സമയം കളയണില്ല. നമുക്ക് നല്ല കളക്ഷനുള്ള ഏരിയയിലേക്ക് പോവാം. മീൻസ് ഓട്ടമുള്ള ഏരിയയിലേക്ക് പോവാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, ഞാൻ ഒബ്രോൺ മാളിന്റെ സൈഡിലെത്തിയിട്ടാ. ബാക്കിലും വണ്ടി കിടക്കുന്നുണ്ടാ. ഞാൻ ഒബ്രോൺ മാളിന്റെ സൈഡിലാണ് നിൽക്കണതാ. മീൻസ് നമുക്ക് കുറച്ചു നേരം ഇവിടെ കിടക്കാം. റോട്ടിലൊന്നും ആൾക്കാർ കുറവാണ് ഗൈസ്. വേണ്ട, നമുക്ക് എന്തായാലും ലക്കിൽ കിട്ടിയതാണ്. ആ ടൈമിൽ മട്ടാഞ്ചേരിയിലേക്ക് വന്നതുകൊണ്ട് കിട്ടിയതാണ് നമുക്ക് അവിടെ നിന്നൊരു ട്രിപ്പ്. ഇപ്പോൾ CNG ഒക്കെ അടിച്ച് ഫുള്ളാക്കി ഇട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ 12 മണിയായി. അവരെ ഞാൻ 11 മണിക്ക് ഡ്രോപ്പ് അടിച്ചതാണ്. 1 മണിക്കൂർ പിന്നിട്ടിട്ടാ. പിന്നെ CNG അടിച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റാനുണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് പോസ്റ്റ് ഇല്ല എൻ്റെ ലൈഫിൽ. ഇപ്പം പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. എനിക്കിപ്പോൾ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ താഴെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒറിജിനൽ ഫേസ്ബുക്ക് ലിങ്ക്. ബാക്കിയുള്ളതെല്ലാം ഫേക്കാണ്. അപ്പോൾ ബാക്കി കാണുന്ന വീഡിയോസിൽ മച്ചാന്മാരെ നിങ്ങൾ റിപ്പോർട്ട് അടിക്കുക. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ എൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കയറി അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ച് അങ്ങോട്ട് സീനാക്കി വിടുക. നമ്മുടെ ഒറിജിനൽ കൊച്ചി റൈഡർ ഉണ്ട്, അതിൽ മാത്രം നിങ്ങൾ മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും 12 മണിയായിട്ടുണ്ട്. മാക്സിമം നമുക്ക് ഇന്ന് രാത്രി 10 മണി വരെയെങ്കിലും കിടന്ന് ഓടണം. കാരണം ഇന്ന് 10-ാം തീയതിയാണ്. 10-ാം തീയതി 10 മണി വരെയെങ്കിലും കിടന്ന് ഓടിയില്ലെങ്കിൽ 15-ാം തീയതി EMI പിടിക്കുമ്പോൾ 8ന്റെ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല. ഫണ്ടൊക്കെ ഇന്ന് നാളെ മറ്റന്നാളായിട്ടൊന്ന് റെഡിയാക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. അപ്പോൾ ഫുള്ള് ടൈറ്റായി പോയി ഗൈസ്. അപ്പോൾ നമുക്ക് മാക്സിമം നോക്കാട്ടോ എത്ര മണി വരെയൊക്കെ ഓടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തണലില്ല ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാണ്. നല്ല മരത്തണലും നോക്കാമെന്ന് ചോദിച്ചാൽ എല്ലാ മരത്തണലിലും ഓൺലൈൻ ഡ്രൈവേഴ്സ് കിടക്കണേണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയാലാന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. അങ്ങനെ ആറ്റുന്ന മറ്റൊരു തണൽ കിട്ടിയിട്ടാ. അതേ P-Wheelsന്റെ ഫ്രണ്ടിലാണ്ടാ ഞാൻ കൊണ്ടിട്ടേക്കണത്. അവിടെ ഫ്രീ അലൈൻമെന്റ് ആൻഡ് മെക്കാനിക്കൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഫ്രീ പ്രൊമോഷനാണ്ടായത്. P-Wheelsന്റെ മുതലാളി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് പൈസ ഇട്ടാട്ടാ. നല്ലൊരു കിടിലം പ്രൊമോഷനാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കണത്. ദൈവം മരക്കും പൊടിഞ്ഞ് വീഴും അല്ലേല്. ഇവിടെ മരത്തിന്റെ കൊമ്പ പൊടിഞ്ഞ് നടക്കണല്ലോ. എല്ലാവർക്കും ഫ്രീ പ്രൊമോഷൻ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് QRS ഉണ്ട്, QRS. പിന്നെ ഫ്രണ്ടിലൊരു പെട്ടിയോട്ട് കിടക്കുന്നുണ്ട്. ഓ, ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ ഇത്തിരി ആശ്വാസമുണ്ട് ഗൈസ്. നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും ഫ്രീ പ്രൊമോഷൻ ഉണ്ടാ കൊടുത്തോണ്ടിരിക്കണം. എല്ലാവരും രക്ഷപ്പെടട്ടെ. പിന്നെ കൊളാബ് ചെയ്യാൻ വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുറേ പേര്.
അതൊക്കെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. നമുക്ക് എല്ലാ ദിവസത്തെ വീഡിയോയിലും ലാസ്റ്റ് ഇടുന്ന വീഡിയോസിൻ്റെ 10 കമൻസ് നമുക്ക് വായിക്കാടാ. അതായത് എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ എനിക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന 10 കമൻസ് ഞാൻ വായിക്കാടാ. മലയാളി മാക്കാൻ, ഞാൻ ഇന്നലെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ കിടന്നു. ഒരു ഓട്ടം എയർപോർട്ടിലേക്ക് വറ്റൻഡൽ മൊത്തം 115 കിലോമീറ്റർ ഓടി. കിട്ടിയത് 465 റുപ്പീസ്. അതിൽ 60 റുപ്പീസ് ടോള് കൊടുത്തു. ബ്രോ ഒരു കാലം വരും ബ്രോ, ഡോണ്ട് വറി. നമ്മൾ തളരരുത്. തളർന്നു കഴിഞ്ഞാൽ മോനെ നമ്മളെ തോപ്പിക്കാൻ സീൻ കുറേ പേരുണ്ട് അവിടെ. പിന്നെ മച്ചാൻ അശ്വിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു മച്ചാൻ, എടാ മുത്തേ അടിപൊളിയാണ് വീഡിയോസ്, ഫുൾ സപ്പോർട്ട്. കുറച്ച് ദിവസമായി കുരിശുള്ള വാഗ്നർ തപ്പി നടക്കുന്നു. നിന്നെ കാണാൻ വേണ്ടി എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. പൊളിക്ക് എന്തായാലും പുണ്യാളം പൊളിയാണ്. താങ്ക്സ് ബ്രോ, താങ്ക്സ് അശ്വിൻ ബ്രോ. ഞാൻ പുള്ളിയുടെ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ടൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി കാണാനും നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ സന്തോഷം മാത്രം ഗൈസ്. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം. പിന്നെ നമ്മുടെ പുണ്യാളം നമ്മളെ കൈവിടില്ല ഗൈസ്. എല്ലാവരും ഈ കുരിശാണ്ടോ നോക്കിട്ട് വെച്ചേക്കണത്, കുരിശ്. താങ്ക് യു മച്ചാനെ. അപ്പോൾ പിന്നെ അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ വിത്ത് മീ ഷിഹാബ്. ഇന്നേ വരെ കൊച്ചിയിൽ വരാത്ത ഞാൻ ഇങ്ങനെ പോയാൽ കൊച്ചി മുഴുവൻ പഠിക്കും. കൊച്ചിയിൽ നിങ്ങൾ വരാതെ തന്നെ നിങ്ങൾക്ക് കൊച്ചിയിലെ എല്ലാ ഇടവഴികളും ഞാൻ പഠിപ്പിച്ച് തരും ഗൈസ്. ആ കാര്യത്തിൽ ഞാൻ സെറ്റാണ്. നിങ്ങളെല്ലാവരും ഞാൻ സെറ്റാക്കും. ബ്രോയുടെ സംസാരം അടിപൊളി, നല്ല പോസിറ്റീവ് എനർജി ഗൈസ്. ഇത് കുറേ പേര് ഇങ്ങനെ കമൻ്റ് അടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് പിടിച്ച് സംസാരിക്കണമല്ല, ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ അങ്ങോട്ട് സംസാരിച്ച് പോകണേണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ കുറച്ച് പേർക്ക് ഫീൽ ആയിട്ടുണ്ട്. ആ ഒരു എനർജി നിങ്ങൾക്ക് തരാൻ പറ്റിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു കേട്ടോ. എന്തായാലും വെരി 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 താങ്ക്സ് മൈ ഡിയർ ഷസാം ബ്രോ. പിന്നെ BDHXJDM അങ്ങനെ ഒരു മച്ചാൻ ഒരു ഉപദേശം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓടാൻ പറ്റാത്തപ്പോൾ ആപ്പുകൾ ഓഫ് ചെയ്തിടുക, ഓട്ടങ്ങൾ റിജക്റ്റ് ചെയ്യാതിരിക്കുക. പുതിയതായി ജോയിൻ ചെയ്തവർക്കും എല്ലാ ഓട്ടങ്ങൾക്കും ആക്സെപ്റ്റ് ചെയ്യുന്നവർക്കുമാണ് കൂടുതൽ ഓട്ടങ്ങൾ കിട്ടുക. ഇത്തരത്തിലുള്ള ആപ്പുകൾ അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ മച്ചാനെ, മച്ചാൻ്റെ പേര് ഒരു ലെറ്റർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. സോ മച്ചാനെ താങ്ക് യു സോ മച്ച്. ഇതാണ് മച്ചാൻ, ഇതാണ്. ഓക്കെ മച്ചാനെ, ഞാനത് മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും സെറ്റാണല്ല. അൽഗോരിതം പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാണ് ബ്രോ. ഭക്ഷണം മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കൂ. പല സ്ഥലത്ത് നിന്ന് കഴിച്ച് വയറ് പണി കിട്ടിയാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ ബ്രോ. അംബിവേർട്ട് മങ്കി. ഓക്കെ മങ്കി ബ്രോ. പിന്നെ ഷാലു മൈക്കൽ ചേട്ടൻ കമൻ്റ് അടിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ ഒരുമിച്ച് കാണുവാൻ വേണ്ടി ഞാനും 8 വയസ്സുള്ള മോനും കാത്തിരിക്കുന്നു. പക്ഷെ എൻ്റെ പൊന്നോ, ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ത്രില്ലിംഗ് ആണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയേ. കണ്ടന്റ് ഇല്ലെങ്കിലും ഒരാൾ കയറി കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ ഇങ്ങനെ 8 വയസ്സുള്ള മോനായിട്ടും കാത്തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഷാലു ചേട്ടാ. അപ്പോൾ മോനെയും ഷാലു ചേട്ടനെയൊക്കെ നമുക്കൊരു ദിവസം കറങ്ങാം. നമുക്ക് കൊച്ചിയിൽ വരുമ്പോൾ, കൊച്ചിക്കാരനാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വരുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്ക്. ഒരു ദിവസം വരുമ്പോൾ നമുക്ക് കാറിൽ കറങ്ങാം കേട്ടാ. അപ്പോൾ മോനെയും അന്വേഷണം പറയണം. അപ്പോൾ നന്ദി, നമസ്കാരം ചേട്ടാ. പിന്നെ മുന്ന താക്കു ബ്രോ, ഫുൾ സപ്പോർട്ടുണ്ട് ബ്രോ. പൊളിക്ക് മച്ചാനെ. നാളെ വീഡിയോ കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് ബ്രോ. താങ്ക് യു ബ്രോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ബ്രോ മൈ ഹാർട്ട് ഈസ് എന്താ പറയേണ്ടത്, അടിപൊളി. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു തുടക്കക്കാരനെ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാക്സിമം ഒരു 12 ദിവസം ആയിട്ടുള്ളൂ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അതിലെനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഫാമിലീനെ എനിക്ക് ഒപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു ഗായ്സ്. ബ്രോ ഫുൾ സപ്പോർട്ടുണ്ട് ബ്രോ. പൊളിക്ക് മച്ചാനെ.
പിന്നെ അഭിനാസ് മച്ചാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമന്റ് അടിച്ചിട്ടുണ്ട്. ബ്രോയുടെ ഇതേവരെ ഇട്ട എല്ലാ വീഡിയോസും കണ്ടു, ന്യൂ സബ്സ്ക്രൈബർ. എൻ്റെ മച്ചാനെ, യു ആർ സോ ഗ്രേറ്റ് ആൻഡ് ഐ ലവ് യു ബ്രോ. പിന്നെ നവനീത് നവി, വേ ഓഫ് പ്രസന്റേഷൻ വാസ് നൈസ്, കീപ് ഇറ്റ് അപ്പ് ബ്രദർ. യോ മാൻ, താങ്ക് യു സോ മച്ച് നവനീത് ബ്രോ, ലവ് യു ബ്രോ. പിന്നെ എൽവിൻ കമൻ്റ് അടിച്ചേക്കണത് 19:35, ഒരു സൈറ്റ് സീയിങ്, ഒരു കൊച്ചി സൈറ്റ് സീയിങ് കണ്ട ഫീലിന്ന്. അപ്പോൾ മച്ചാനെ, കൊച്ചി സൈറ്റ് സീയിങ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാഴ്ചകൾ പോലും കാണാൻ പറ്റില്ല. മാക്സിമം ഞാൻ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും മച്ചാനെ, താങ്ക്സ് ഫോർ യുവർ കമൻറ്റ്. പിന്നെ അനിൽകുമാർ ചേട്ടൻ കമന്റ് അടിച്ചേക്കണത്, സൂപ്പർ ശരണ്യക്കാലത്തെ അർജുൻ അശോകന്റെ അതേ ഡയലോഗ്, സൂപ്പർ, നന്നായി പോകുന്നുണ്ട്, പുതിയൊരു അനുഭവം. താങ്ക് യു ബ്രോ. മുമ്പ് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ടൊവിനോ തോമസിന്റെ സൗണ്ട് ആണെന്ന്. ദൈവമേ, അത്രയൊക്കെ വേണം. ഇനി നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാം. ഇട ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെ ഗൈസ്. അയ്യോ, ഉറക്കം വരുന്നുണ്ടല്ലോ. ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങണ്ടേ ഗൈസ്? ആരെങ്കിലും വണ്ടി വന്ന് തട്ടണേ. കൊച്ചി റൈഡർ ഇവിടെ കിടന്നുറങ്ങണുണ്ട്. 11 മണിക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ തുടങ്ങിയിട്ട് 12:46 ഗൈസ്. ഒരു അടി പോലും വന്നില്ല. വല്ലാത്ത ശോകം. നമുക്കിനി വേറെ എവിടെയെങ്കിലും മാറ്റിയിടാം. ഞാൻ മാത്രമല്ല കേട്ടോ, ബാക്കിലൊക്കെ നിറച്ച് വണ്ടികൾ കിടക്കണേ. എൻ്റെ പൊന്നോ, ഇവിടെ ഒരു അടി പോലും ഇല്ല കേട്ടോ ഗൈസ്. ആ ബാക്കിൽ കിടക്കുന്ന വണ്ടിയിൽ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു ഡ്രൈവറായിട്ടാണ് കേട്ടോ. പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചില്ല. പുള്ളി കാറിൻ്റെ ഉള്ളിൽ തന്നെ മൊബൈലിൽ ടോക്കിങ് ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചില്ല കേട്ടോ, വെറുതെ ഡിസ്റ്റർബ് ചെയ്യണം എന്തിനാ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്. 12:57. ഓട്ടം കുറവാണ്ട, ഓട്ടം തീരെ കുറവാണ്. നീ എങ്ങോട്ട് മാറ്റിയിടാനാ? വിശന്നിട്ടാണെങ്കിൽ കുടലും കരിയും. അവിടെ ഒരു ഊണ് കടയുണ്ടല്ലോ. അവിടെ ഒരു ഊണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണ് ഇവിടെ നിന്നാകാം. വേറെ രക്ഷയില്ല. വിശന്നാ പിന്നെ നമുക്ക് രക്ഷയില്ലടാ. വീട്ടില് ഊണ്. ഓഹൈ ഊണുണ്ടാവോ? ഇതിൻ്റെ ഉള്ളിലാണ്ടാ ചിന്ന ഹോട്ടൽ കേട്ടാ, സാത്താർനേക കാർ പാർക്കിങ്ങിൻ്റെ അവിടെ. ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇത് ഊണായാ? ആ, ഗൈസ്, വയറ് ഫുള്ളായിട്ടാ. അടിപൊളി ഊണായിരുന്നു. ഇനി പോയി ഉച്ച ഉറക്കത്തിലേക്ക് പോകാമേ. 1:20. ടാക്സി ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ, ഓൺലൈൻ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ അടിപൊളി പണിയാണ്. നമ്മുടെ മച്ചാൻ അവിടെ കിടക്കുന്നുണ്ട്. ബാക്കിൽ ആ ചേട്ടൻ പോയിട്ടാ. മച്ചാനെ ഇനി എവിടെ പോയി കിടക്കും കർത്താവേ? ഒരു ഓട്ടം എന്താ എനിക്ക്. മാതാവേ, എന്താണ് നോട്ടം? വൈ ഫുഡ് കഴിച്ച് ആ ചടങ്ങങ്ങാട്ട് കഴിഞ്ഞ് ഇനിയിപ്പോ റിലാക്സ് ആയിട്ട് ഇരിക്കാം. നമുക്ക് കഥയൊക്കെ പറഞ്ഞു നമുക്ക് നമ്മുടെ ജയ്ബ്രോനെ വിളിച്ചിട്ട് ഓട്ടം ഉണ്ടെന്ന് നിൽക്കാം. പുള്ളിയുടെ ഓട്ടം തന്നെയാണ്. വല്ല ഓട്ടമുണ്ടോ? ഓട്ടം വല്ലതുമുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓട്ടം ഇല്ലല്ലോ? അല്ല, എങ്ങാട്ടെങ്കിലും ഓട്ടോ ഉണ്ടാന്ന് ചോദിച്ചു വിളിച്ചതാണേ. ഊണ് കഴിച്ചു 11 മണിക്ക് ഓട്ടം കഴിഞ്ഞതാണ്. ഇതേവരെ ഒരു ട്രിപ്പ് പോലെ അടിച്ചുള്ള 1:30 മണിയായി. 2:30, 3:30, 4:30, 5:30, 4 മണിക്കൂർ. ഓട്ടം വല്ലതുണ്ടോ? പോയാ 4 മണിക്കൂറിൽ എത്തണം. അമ്പോ, ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ കാലിയടിച്ച് വരേണ്ടി വരും. പോവാ, ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും തന്നാ മതി. 4 മണിക്ക് എത്തിക്കാം. 2 മണിക്ക് ഞാനിപ്പോ അവിടെ എത്താം. എന്നിട്ട് 4 മണിക്ക് എത്താം. ഓക്കേണാ? ഓക്കെ എന്നാ ദേ വന്നി. കണ്ടാ, ഒരു ഓട്ടം കിട്ടി. പക്ഷെ ഇനി എടപ്പള്ളിയിൽ നിന്ന് മട്ടാഞ്ചേരി വരെ കാലടിച്ച് പോകണ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അവിടെ
പോവാം. അവിടെ പോയി എന്തെങ്കിലും 100-500 രൂപ ഒപ്പിക്കാം. അല്ലാണ്ട് രക്ഷയില്ല ഗൈസ്. 4 മണിക്ക് മുമ്പായിട്ട് മട്ടാഞ്ചേരി എത്താൻ വേണം. അപ്പോൾ പോവാം. 4 മണിക്ക് നമ്മുടെ മറ്റേ കൊച്ചിൻ എയർപോർട്ടിലേന്ന് തൃപ്പൂണിത്തറയുടെ ഓട്ടമുണ്ട്, അതും കൂടി എടുക്കാം. അപ്പോൾ 1500 ഡീൽ. ഇന്നത്തെ കഥ കഴിഞ്ഞ് ഗൈസ്. ഇനി ഊബറത്തൊക്കെ ഓഫാക്കിട്ടോ. പടി വാളി. ഇന്ന് സെറ്റാണ് മോനെ. ഞാൻ പോട്ടെ. ഇനി ഊബറും വേണ്ട കൂബറും വേണ്ട, എല്ലാം ഓഫാക്കി എടുക്കട്ടെ. നമുക്ക് പാട്ടും കേട്ടങ്ങോട്ട് പോവാ ഗൈസ്. എവിടെ തീയാമ്മ പൊളിക്കാൻ നോക്കുന്നു. അമരടിക്കണ കാലമായടി തീയാമ്മേ, കാശിന്റെ ശാമം തീർന്നടി തീയാമ്മേ. ഗൈസ് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ബാക്കി തീയാമ്മ പാടാട്ടാ ഗൈസ്. ഒരുത്തം കൊണ്ടൊന്ന് ഇന്നും വണ്ടിയുടെ പുറകിട്ട് മുട്ടി. ഈ സൈഡാ മുട്ടിയേക്കണം. ഒന്നും പറ്റിയില്ല. പക്ഷെ എന്റെ പൊന്നൊന്നും പറ്റിയില്ല. അവൻ പോയിക്കളഞ്ഞ അവൻ നിർത്താതെ പോയിക്കളഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ലതും പൊട്ടിയിടണം. ഇതാണെന്ന് തോന്നുന്നു ചെറിയ പാട്. ഒന്നും പറ്റിയില്ലട്ടാ. ഇവന് മുട്ടിയിട്ട് നിർത്താതെ പോയി. ഇനി അപ്പുറത്തെ സൈഡ് നോക്കിയില്ലട്ടാ. ഷോ ഇനി ഈ സൈഡാണ് അടിച്ചത്. ഈ സൈഡ് സീനൊന്നും ഇല്ലട്ടാ. ഒരു സ്ക്രാച്ച് പോലും വരാതെ കൊണ്ടടക്കണ വണ്ടിയാണ്. പക്ഷെ ഇടി വരണ വഴി എവിടെ നിന്നൊക്കെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. സീനില്ല. എന്തായാലും വരണോടത്ത് വെച്ച് കാണാം. പിന്നെ ടാക്സി പെർമിറ്റ് ആണ്. വണ്ടിക്ക് ഓട്ടം കൂടുതലാണ്. എല്ലാ ഇടവഴി കൂടി കയറേണ്ടതായതുകൊണ്ട് എങ്ങനെ വന്നാലും സ്ക്രാച്ച് വരും, എത്ര പൊന്നോലെ നോക്കിയാലും. എന്നാലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റണവരെ കുറിച്ചാണ് ഞാൻ പറയണേ. എന്തിന് എൻ്റെ വണ്ടി വിട്ട് പിടി മച്ചാനെ. കുത്തിക്കയറ്റിയാണ് സീനാണോ. അയ്യോ 2 മണിക്ക് എത്തണ്ടേ. അപ്പോൾ മച്ചാൻ വരാം. അവിടെ എത്തിയിട്ട് കാണാടാ. ഞാൻ ഇതിൻ്റെ വിഷയം മാറ്റി. നമ്മൾ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് തന്നെ പോകും. അപ്പോൾ വ്ളോഗിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ ജയ്ബ്രോനെ പിക്ക് ചെയ്തിട്ടാ. ജയ്ബ്രോ അതെ ഇവിടെ അടുത്തുണ്ട്. പുള്ളിക്കാരൻ ഫേസ് ഒന്നും കാണിക്കണ്ടെന്ന് പറയണേ. അപ്പോൾ ഞാൻ ജയ്ബ്രോനെ പിക്ക് ചെയ്ത് നേരെ ചെല്ലാന റിസോർട്ടിലേക്ക് പോകണം. അവിടെ നമ്മുടെ കൂട്ടുകാരന്മാർ 2 പേരുണ്ട്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലാം. അവിടെ ചെന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ച് 4 മണിയാകുമ്പോൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കണം കേട്ടോ. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണട്ടെ. അതെ അവിടെ കുറേ മീനൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അമ്മ പിന്നെ കൊച്ചിക്കാർ മീനിൻ്റെ ഇതാണ്. ഇത് അപ്പുറത്ത് കടലാണ്. ഈ വീടിൻ്റെയൊക്കെ അപ്പുറത്ത് ബാക്കിൽ കടലാണ്. ബീച്ച് റോഡിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മൾ ചെല്ലാനത് എത്തിയിട്ടാ. ആ വെള്ളത്തിൻ്റെ അടിയിലൊരു സാധനം ഇരിക്കണ്ടേട്ടാ. സൂക്ഷിച്ച് നോക്കി ഇപ്പം പൊങ്ങി വരും. അവൻ അവിടെ പൊങ്ങിയാണ്ടാ. നീർക്കാക്കയാണ്. മീനെ പിടിച്ചതിനാണ്. ഇവിടെ ഗ്രൗണ്ടിൽ പണി നടക്കണേ. നികത്തണേ ഗൈസ്. അവിടെ പണി നടക്കണേണ്ടാ. ഞാനേ ഈ നല്ല കാറ്റാണ്ട് അവിടെ പുറത്ത് കണ്ട. നല്ല കാറ്റാണ്. ആ കാറ്റത് ഞാൻ കുറച്ചു നേരം കിടന്ന് ഇങ്ങോട്ട് ഉറങ്ങട്ടെ. നല്ല ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 3:47 നമ്മുടെ 4 മണിക്കത്തെ ഓട്ടം അവിടെ എത്തൂല. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തിട്ടാ. നമുക്കെന്നാലും ഐലൻഡ് ഭാഗത്ത് പോയി നിൽക്കാട്ടാ. കാരണം എനിക്ക് അവിടെ നിന്ന് 2 പ്രാവശ്യം എയർപോർട്ട് ഓട്ടം അടിച്ചതാണ്. നമുക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല ഗൈസ്. അങ്ങനെ മട്ടാഞ്ചേരിയിൽ കൊണ്ടുവന്ന് ജയ്ബ്രോനെ ഇറക്കിയിട്ടാ. ഇനി നമുക്ക് ഓട്ടം തുടങ്ങാം, അല്ലെങ്കിൽ രക്ഷയില്ല. 451 രൂപയാണ് ഊബറിൽ നമ്മൾ ഒപ്പിച്ചേക്കണത്. ഇനി എല്ലാ ആപ്പും ഒന്നും കൂടി ഓണാക്കട്ടെ. ഇവിടെ നിന്നാണ് ഓഫാക്കിയത്. 1 മിനിറ്റ്. യാത്ര ഭയങ്കര ലാഗാണ്ട്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓക്കെ യാത്ര ഓണാക്കിയിടാം. ഓല ഓണാക്കിട്ടാ. ഇപ്പം എല്ലാം ഓണാക്കി. ഇവർ യൂബർ നോക്കിയിരിക്കണേട്ടാ. എൻ്റെ വണ്ടി നോക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അവരതിൽ കയറി പോകും. കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് കിട്ടിയാൽ. ഗൈസ് മട്ടാഞ്ചേരി നല്ല തിരക്കുണ്ട് ജൂ ടൗണിൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വെറുതെ കറങ്ങി ഗ്യാസ് കത്തിക്കണ്ട. ഓക്കെ ഗൈസ്. ഒരു അടി വന്നിട്ടുണ്ട്. പിക്കപ്പ് 1.5 കിലോമീറ്റർ 140 രൂപ. യാത്രയിലാണ് വന്നേക്കണം. ഒന്നും നോക്കണ്ട. മാപ്പ് അടിച്ച് വിടാം. അടച്ച് നേരെ പോയിട്ട് ഓക്കെ മനസ്സിലായി. ടൗൺ ഹാളിൻ്റെ അവിടെ ഗൈസ്. ആ ലൊക്കേഷനിലെത്തിയപ്പോൾ കറക്റ്റ് ആ ലൊക്കേഷനിലെത്തിയപ്പോൾ തന്നെ അവർ ക്യാൻസലായി കളഞ്ഞു. വേണ്ട രക്ഷയില്ല. ഇപ്പം നമ്മൾ രാവിലെ നിന്നേച്ച സ്ഥലത്ത് തന്നെയുണ്ടോ വന്നിരിക്കണം മട്ടാഞ്ചേരിയിൽ. വരും തൊട്ടപ്പുറത്ത് ജൂ ടൗണാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വിഷമിക്കരുത്. ഒന്ന് പോയാൽ അടുത്തത് നല്ലത് വരും. നമ്മളിത് ഈ 1 കിലോമീറ്റർ ഞാൻ ഇപ്പം സഞ്ചരിച്ചത് വെറുതെ ഇല്ലേ. കണ്ടാ ഈ ബുക്ക് ചെയ്യണ ആൾക്കാർക്കൊക്കെ ഒന്ന് നോക്കിയൊക്കെ ബുക്ക് ചെയ്യാൻ പാടില്ലേ. വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പാടായി. നമുക്കെന്തായാലും ഇനി അടുത്ത അടി വരാൻ വേണ്ടി കാത്തിരിക്കട്ടെ ഗൈസ്.
വരും, നല്ലതൊരെണ്ണം വരാതിരിക്കില്ല. നമുക്ക് എന്തായാലും മാക്സിമം ഒന്ന് ഓർഡറും. 10-ാം തീയതിയാണ്, 5 ദിവസം മര്യാദ ഓടിയില്ല എന്നുണ്ടെങ്കിലേ പെട്ടുപോ നമ്മ. ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്, അപ്പം തന്നെ വന്നു. കണ്ടാ ദൈവം വെറുതിരിക്കണല്ല മേളിൽ, മനസ്സിലായി? തൊട്ടടുത്ത് തന്നെ ഉണ്ട്. GPS ഇടക്കിടക്ക് പണി തന്നെ ഉണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് പ്രാന്ത് പിടിക്കും. നോക്കട്ടെ, നമുക്ക് എന്തായാലും അടുത്ത ആളെ പിക്ക് ചെയ്യാം. അയ്യോ, വി ഹാവ് 3 സൂട്ട് കേസ് പെട്ട്. അപ്പം ഇത് 3 സൂട്ട് കേസ് ആൻഡ് 2 പേഴ്സൺ, 8ന്റെ പണി സീൻ. പെട്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കുത്തിക്കയറ്റി അവിടെ കൊണ്ട് വെക്കും. നമുക്കിതിൽ സ്ഥലമില്ലല്ലോ വെക്കാൻ കുത്തിക്കയറ്റി. 2 പേര് വെക്കിലിരിക്കും. ഒരു സൂട്ട് കേസ് അവിടെ വെക്കാം, ഒരെണ്ണം ഇവിടെ വെക്കാം, ഒരെണ്ണം ഇവിടെ വെക്കാം. വലുതാണോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം പോയിട്ട്. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ക്യാൻസൽ അടിപ്പിക്കാം. സാർ വലിയ സൂട്ട് കേസ് ആണോ? അല്ല, മറ്റേ മിനി സൂട്ട് കേസ് ഉണ്ടാവൂലേ, വലിയല്ല, നമ്മുടെ ഈ കാലിന്റെ ലെങ്ത് അല്ലേ, നീ ലെങ്ത് വരെ. ചെറുതാണല്ലേ ഇതിലെ സൂട്ട് കേസിന്റെ സ്പേസ് ഇല്ല. നിങ്ങളുടെ CNG വണ്ടിയാണ്. ഫ്രണ്ടിൽ വെക്കാൻ പറ്റും, നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം, എന്നിട്ട് നോക്കിയിട്ട് പറ്റില്ല ക്യാൻസൽ ചെയ്യാം. ഓക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ടെ, പറ്റില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഗൈസ്. പുള്ളി പുറത്തിറങ്ങിക്കണേടാ. ഇതേപോലത്തെ 2 സൂട്ട് കേസും പിന്നെ ഒരു വലിയ സൂട്ട് കേസ് ഉണ്ടെന്നാ പറഞ്ഞത്. ഒരാളെ പിക്കാൻ വേണ്ടി വന്ന് നിൽക്കണേടാ. പുള്ളി വന്നിട്ടില്ല. ആദ്യത്തെ പുള്ളി കയറി, അപ്പോൾ പുള്ളി വന്നിട്ടില്ല. മറ്റേ പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കണേ പുറത്തേക്കുണ്ട്. ഇനി വലിയ സൂട്ട് കേസ് ആണെങ്കിൽ എങ്ങനെയൊക്കെ വെക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് കിട്ടിയ ട്രിപ്പല്ലേ, കളയണ്ടാക്കി എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അവിടെ ആക്കി കൊടുക്കാം. എല്ലാവർക്കും ഒരു സന്തോഷമാവട്ടെ. ഗുജറാത്തി സ്കൂളിലുള്ളതാണ്ട. ഇവിടെ ഗുജറാത്തി കുറച്ച് ടീമുണ്ട്. അപ്പോൾ അവരുടെ ഉണ്ട്, അവർ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഗുജറാത്തിൽ അവരുടെ ഫംഗ്ഷന് വേണ്ടി പോകണേണ്ട പുള്ളി. പെട്ട് 280 റുപ്പീസ് കിട്ടിയിട്ടാ. അതിൽ അവനെനിക്ക് 20 റുപ്പീസ് ടിപ്പ് തന്നിട്ടാ. 20 റുപ്പീസ് വെച്ചോ ബ്രോ എന്ന് പറഞ്ഞിട്ട് വെച്ച്. അതിലെനിക്ക് 223 റുപ്പീസാണ് കിട്ടിയേക്കണത് ടോട്ടലി. ഇപ്പം മൊത്തം 675 രൂപ. എന്തായാലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. അവരെ അത്രം ഇതുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കയ്യിൽ അത്ര സംഭവങ്ങളുണ്ടായിരുന്നു. കണ്ടാ, ഇതെല്ലാം ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടാ. അവർക്കൊരു സഹായമായി, നമുക്കൊരു ട്രിപ്പ് പോയി. നമ്മൾ പുറത്ത് റോഡിൽ എവിടെയെങ്കിലും പോയി നിൽക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. അതുമാത്രമല്ല, പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കണം. നമുക്ക് 675 രൂപ കിട്ടിയിട്ടാ നമുക്ക് പുറത്തേക്ക് പോകാം. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു അടി വന്നിട്ട്, ഇവിടെ ട്രെയിൻ വന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു അടി വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിനെ വിളിച്ചിട്ട് കിട്ടണല്ലോ, സെർവർ അൺഅവൈലബിൾ എന്ന് കാണിക്കണത്. ഗൈസ്, പുള്ളി നമ്മ കൊണ്ട് ഇറക്കി വിട്ടില്ല മറ്റേ ടീമിനെ, അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറഞ്ഞേട്ടാ. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കട്ടെ. നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടാ. എൻ്റെ GPS ഡൗൺ ആയി പോയി. അപ്പോൾ 35 വയസ്സുള്ള 2 ചേട്ടന്മാരായിരുന്നു. അപ്പോൾ അവര് കയറിയപ്പോൾ തൊട്ട് വെക്കണം, ഇവിടെ അടുത്തവിടെ ബിവറേജ് ഉള്ളത്, ഇവിടെ അടുത്തവിടെ ബിവറേജ് ഉള്ളത്, ഇത് മാത്രം. അപ്പം ഞാൻ ഔട്ട്ലെറ്റ് ഒക്കെ കാണിച്ചു കൊടുത്ത്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന്. അപ്പം ഇറങ്ങിയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പനമ്പള്ളി നഗറിൽ നിന്ന് ഈ ഒരു റോഡാണ്, നമ്മുടെ കടവന്ത്രയിലേക്ക് പോണ റോഡാണ്ടാ ഇറങ്ങിയത്. അപ്പം ഈ അടുത്തെവിടെയാണ് ബിവറേജ് ഉള്ളതെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ ഏരിയ എനിക്കറിയില്ല ബ്രോ എന്ന് പറഞ്ഞ്. കുഴപ്പമില്ല, ഞാൻ ഗൂഗിൾ നോക്കി പോയിക്കോളാടാ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടാ. നല്ല കസ്റ്റമറായിരുന്നു. എന്തായാലും 139 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ. ഗൈസ്, അങ്ങനെ 5:50 നമ്മ ഈ പറഞ്ഞ പോലെ 675 പ്ലസ് 139 രൂപ സമ്പാദിച്ചിരിക്കുന്നു. പിന്നെ ഒരു 500 രൂപയും കൂടി സമ്പാദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വർക്കിന് ഇടയ്ക്ക് റെസ്റ്റ് കിട്ടും കേട്ടോ. ഇടയ്ക്ക് നല്ല ചില സമയത്ത് ഒരു ദിവസം തന്നെ മൊത്തം റെസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ലീവ് എടുക്കേണ്ടി വരില്ല, കാറിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങാം. അങ്ങനത്തെ ഒരു വർക്കാണത്. ഇവിടെ എല്ലാവരും ജോഗിങ്ങിന് വന്ന സ്ഥലമാണ്. പനമ്പള്ളി കയറിലാണ് കിടക്കണത്. പനമ്പള്ളി കയറിൽ കണ്ട ഒരു സ്ട്രീറ്റ് വ്യൂ ഉണ്ടല്ലോ, അവിടെ നിൽക്കണത്. ഒരു മച്ചാനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. KL43 ആണ് മച്ചാൻ. ഇപ്പോൾ സമയം 7 മണിയായിട്ടാ. ഇത്ര നേരോട്ട് ഇവിടെ കിടക്കണേ, ഒരു രക്ഷയില്ലട്ടോ, ഒരു അനക്കൂല. 7 കാലമായിട്ടാ ഗൈസ്, ഒരടി പോലും ഇല്ല. മറ്റേ പുള്ളി അവിടെ തന്നെ കിടക്കണേ. ആർക്കും അടിയില്ല ഗൈസ്, ആർക്കും അടിയില്ല. പട്ടിക്കുട്ടൻ വാസ് സിറ്റിംഗ് ദർ, നോ രക്ഷ. ആ പട്ടിക്ക് കണ്ട ഷൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ. ഇത് ഇവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ, ഒരു ചേച്ചിടാ. ആ ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ചിരിക്കുക. ഈ ഏരിയയിൽ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് ഗൈസ്.
അവിടെ ഇവിടെയും ഫ്രണ്ടിലൊക്കെ കിടക്കുന്നുണ്ട് കുറേ വണ്ടികൾ. എന്തായാലും കട്ട പോസ്റ്റാണ്ടാ. 7:30 മണിയായി. നമുക്കൊരു പണിയാം. കുരിയച്ചൻ്റെ പള്ളിയിലേക്ക് പോയാലാ. കുരിയച്ചൻ്റെ പള്ളിയിൽ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചാലാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുരിയച്ചൻ്റെ പള്ളി? ഒരു പണിയാം. നമുക്ക് കുരിയച്ചൻ്റെ പള്ളിയിലേക്ക് പോകാം. അതാ നല്ലത്. മഞ്ഞില്ല, കുറേ നേരം കിടക്കണം. എത്ര മണി തൊട്ട് നമ്മൾ കിടക്കണേ? 1.5 മണിക്കൂറായി. ഗൈസ് അങ്ങനെ നമ്മ വീണ്ടും ജൂ ടൗണിൻ്റെ അവിടെ എത്തിയിട്ടാ. ജൂ ടൗണിൻ്റെ അവിടെ കൂടിയാണ്ടോ നമുക്ക് കുരിയച്ചൻ്റെ പള്ളിയിലേക്ക് പോകേണ്ടത്. ആണ്ടാ ജൂ സ്ട്രീറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ജൂതന്മാരുടെ പള്ളി. സിനഗോഗ് എന്ന് കേട്ടിട്ടില്ലേ? സിനഗോഗ്, അതാണ് സിനഗോഗ്. രാത്രി നമ്മുടെ ജൂ ടൗൺ കാണാനേ അടിപൊളിയാട്ടാ. കണ്ടാ നമ്മുടെ വണ്ടി അവിടെ കൊണ്ടേ പാർക്ക് ചെയ്തിട്ടാ. 8 മണിയായിട്ട് ഇപ്പോൾ കറക്റ്റ് ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടെൻ്റെ. രാത്രിയാകുമ്പോൾ നല്ല അടിപൊളിയാണ്ട ഫോട്ടോഗ്രാഫിനൊക്കെ. ഇപ്പം ക്ലോസ് ആയിരിക്കുമെന്നാണ് തോന്നണത്. നമുക്ക് അവിടം വരെ ചെന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് പോരാം. ദിവസം സിനഗോഗിന്റെ ഉള്ളിൽ കാണിച്ചു തരാട്ടാ. പക്ഷെ അതിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അല്ല ഇവിടെ അല്ലെന്നാ തോന്നണത്. ഗൈസ് നമ്മുടെ ബ്രദറിനെ പിക്ക് ചെയ്തിട്ടാ നമുക്കിനി കുരിയച്ചന്റെ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിക്കാം. കുരിയച്ചനെയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ക്രോസ് കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാടാ. മട്ടാഞ്ചേരിന്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുമ്പോ അടിപൊളിയാട്ടാ. വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടാവും സ്റ്റോപ്പ് എടുക്കണം. ഇതിനെ കൂടി എടുത്തിട്ട് പോകാനാ. ഇതിനെ കൂടി വണ്ടി വനപ്പാട് ചേർന്നു. ചെറിയ ഗ്യാപ്പായിരുന്നു ടൈസ്. വണ്ടിയിൽ ഓടാണ്. അവന്മാർക്ക് ബാക്ക് അടിക്കാനും പറ്റില്ല. ബാക്ക് അടിച്ചാൽ ചിലപ്പോ കിട്ടൂല, പണിയാവും. വഴി കൂടിയൊക്കെ പോകുമ്പോ ആരും മാറിത്തരിയൊന്നുമില്ല. വേണമെങ്കിൽ പോയാൽ മതി എന്നുള്ള മൂടാണ് ഇവിടെ. അതാണ് ഞങ്ങളെ മട്ടാഞ്ചേരി. നിനക്ക് പോണ അത് നീ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോണം. ചാർലി സിനിമയില് ദുൽഖർ സൽമാന്റെ വീട്ടില് അതാണ് ഈ കാണുന്ന ബിൽഡിങ്. കാണാൻ പറ്റുമോ? ഈ കാണുന്ന ബിൽഡിങ് കണ്ട. എന്നിട്ട് മറ്റേവള് വന്ന് താമസിക്കൂലേ, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ പറയില്ലേ, ആ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. രാത്രി ആയതുകൊണ്ട് കാണൂല കേസ്. രാവിലെയാണ് കാണിച്ചത്. അതായത് നമ്മുടെ കുരിയച്ചന്റെ പള്ളി എത്താറായിട്ടാ. വീഡിയോ എടുക്കുന്നത് നമ്മുടെ ജയ്ബ്രോ ഉണ്ടാ, ഞാനല്ല. കുരിയച്ചന്റെ പള്ളി മാത്രം കിട്ടിയുള്ള. ഇതാണ് നമ്മുടെ കുരിയച്ചന്റെ പള്ളി. നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് ഇന്ന് തിരക്ക് കുറവാണ്ട. ബുധനാഴ്ച ഇട ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവൂല. ഗൈസ് അങ്ങനെ കുരിയച്ചൻ്റെ അടുത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. കുരിയച്ചൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓക്കെ അവിടെ, നീ സെറ്റാണ് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഒക്കെ ഇല്ലേ, ഈ ബിൽഡിംഗ് ഒക്കെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണ്. ഈ കാണുന്നൊക്കെ 18ാം നൂറ്റാണ്ടിലെ ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ കൊട്ടാരം ഇവിടെയായിരുന്നു കേട്ടാ, കൽവത്തി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് മട്ടാഞ്ചേരി പാലസ്, പിന്നെയാണ് തൃപ്പൂണിത്തറയിലേക്ക് പോയത്. അങ്ങനെയാണ് കഥകൾ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. പുരാണം പറഞ്ഞ് അധികം ബോറടിപ്പിക്കാനുള്ളടാ. കൊച്ചിയിലെന്നും കപ്പലിറങ്ങണ ചരക്ക് കയറ്റണം, ചരക്ക് ഇറക്കണം. ആ പാട്ടക്കില്ലേ, ആ സ്ഥലമാണ് ചരക്ക് കയറ്റണതും ചരക്കിനെ ഇറക്കണം സ്ഥലമാണ്. സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടെ നിറച്ച് പട്ടി വന്നല്ല. ആ ചേച്ചി വന്നപ്പോൾ ഇവിടെ നിറച്ച് പട്ടി വന്നിട്ടാ ഗൈസ്. എന്താ സംഭവം എന്നറിയില്ല. പട്ടികളെല്ലാം വന്ന് കഴിക്കണേണ്ട ഫുഡ്. ആ ചേച്ചി ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ പട്ടികളെല്ലാം വന്ന് കഴിക്കണേണ്ട. അത് കൊള്ളാല്ലേ, തെരുവട്ടികൾക്കൊരു ആശ്വാസം. ഈ പട്ടിയുടെ വയറിയിരിക്കണണ്ട, ഒന്നും കഴിച്ചിട്ടില്ല. സ്നേഹം മാത്രം. അപ്പോൾ ഗൈസ് കണ്ടാ, നമ്മൾ കൊച്ചിക്കാർക്ക് സ്നേഹം മാത്രം എന്ന് പറഞ്ഞിട്ടില്ലേ. കണ്ടാ, രാത്രിയാകുമ്പോൾ പാവം പട്ടികൾക്കൊക്കെ ആ ചേച്ചി വന്ന് ഫുഡൊക്കെ കൊടുത്ത് അടിപൊളി, എല്ലാവരും ഹാപ്പി ആണ്ടാ. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ്. ഇനി വലിച്ചു നീട്ടി കുളവാക്കുന്നില്ല.
ഞങ്ങൾക്കൊരു ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കബൂറാക്കണില്ല. അടിപൊളി പാർട്ടി ആയിരിക്കും. നമ്മൾ കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണതാണ്. അവന്മാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.